CP ജോൺ എന്ത് മറുപടി പറയുക? പക്ഷേ അവർ പറഞ്ഞതെന്തായിരുന്നു? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC. അതാണെങ്കിൽ ആർക്കും തർക്കമില്ല. ഞങ്ങൾ അതിൻ്റെ മുമ്പ് തന്നെ പോയിട്ട് ആദ്യം ഉദ്ഘാടനത്തിന് പുറപ്പെടും. അത് മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയിട്ട് മാറ്റി. ഓർഡിനറി ബസ് ഇല്ലാത്ത സ്ഥലമാണ് കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷ സ്ഥലവും. KSRTCൻ്റെ ഓർഡിനറി ബസ്സേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു നാമമാത്രമായ ആളുകൾക്ക് കിട്ടാവുന്ന ഒരു ആനുകൂല്യം മാത്രമായിട്ട് ചുരുക്കുമ്പോൾ എന്താണോ നിങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ പിന്നോട്ടേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ പദ്ധതിയോട് ഞങ്ങൾക്ക് എതിർപ്പുള്ള കാര്യമല്ല. പദ്ധതിയെ ഞങ്ങൾ ആരും എതിർക്കൊന്നുമില്ല. പക്ഷേ അത് ഇങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഭാവിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉദ്ഘാടനത്തിന് പോവാം. മാഷിപ്പോൾ പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിൽ ബിനോയ് വിശ്വം എന്നുള്ളൊരു വിമർശനം നടത്തിയിരുന്നു പിണറായി വിജയനെതിരെ. അവതാരങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നു. അതെ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അശോകനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാലോ. എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തിൻ്റെ ഒരു അംബാസിഡറായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അങ്ങനെയാണ് പലരും പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ നിശ്ചയിച്ചതും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ട് BJPയും RSSും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാണല്ലോ, ഡീലുണ്ട് എന്നാണല്ലോ ആദ്യം പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഡീൽ എന്താണ് എന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും അതേപോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാലം എന്തിനാണ് അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് പാലം? അദ്ദേഹം യഥാർത്ഥത്തിൽ സംഘപരിവാർ വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വക്താവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണോ RSS ഉദ്ദേശിക്കുന്നത്, എന്താണോ BJP ഉദ്ദേശിക്കുന്നത്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണോ അത് നടപ്പിലാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന സന്ദേശമല്ലേ നൽകുന്നത്. ആ സന്ദേശമാണ് നൽകിയത്. അല്ല, ഞാൻ മുസ്ലിം ലീഗിനെ മാത്രമല്ല പറയുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ ആളുകളും ഇതിൽ പ്രതിരോധിക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അടിസ്ഥാനമായി സംഘടിപ്പിക്കുകയും വർഗീയമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ പ്രധാനപ്പെട്ട വക്താക്കളെ പോലെയാണ് ഇപ്പോഴും ലീഗ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നം അവരിൽ. പങ്കെടുക്കാൻ പോകുന്ന അല്ല, CP ജോൺ എന്ത് മറുപടി പറയുക? പക്ഷേ അവർ പറഞ്ഞതെന്തായിരുന്നു? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC. അതാണെങ്കിൽ ആർക്കും തർക്കമില്ല. ഞങ്ങൾ അതിൻ്റെ മുമ്പ് തന്നെ പോയിട്ട് ആദ്യം ഉദ്ഘാടനത്തിന് പുറപ്പെടും. അത് മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയിട്ട് മാറ്റി. ഓർഡിനറി ബസ് ഇല്ലാത്ത സ്ഥലമാണ് കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷ സ്ഥലവും. KSRTCൻ്റെ ഓർഡിനറി ബസ്സേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു നാമമാത്രമായ ആളുകൾക്ക് കിട്ടാവുന്ന ഒരു ആനുകൂല്യം മാത്രമായിട്ട് ചുരുക്കുമ്പോൾ എന്താണോ നിങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ പിന്നോട്ടേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ പദ്ധതിയോട് ഞങ്ങൾക്ക് എതിർപ്പുള്ള കാര്യമല്ല. പദ്ധതിയെ ഞങ്ങൾ ആരും എതിർക്കൊന്നുമില്ല. പക്ഷേ അത് ഇങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഭാവിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉദ്ഘാടനത്തിന് പോവാം. മാഷിപ്പോൾ പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിൽ ബിനോയ് വിശ്വം എന്നുള്ളൊരു വിമർശനം നടത്തിയിരുന്നു പിണറായി വിജയനെതിരെ. അവതാരങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നു.